ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനാണ്. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മുടെ ആദില പുറത്തായി എന്ന് പറഞ്ഞാണ് പ്രൊമോ വന്നിരിക്കുന്നത്. എന്തായാലും പ്രൊമോ നമുക്ക് പ്രോമിസ് ആയിട്ടൊന്നും കണക്കൂട്ടാൻ പറ്റില്ല. എങ്കിലും കൂടിയിട്ട് ആദില പുറത്തായിട്ട് ആ മെയിൻ ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പുറത്തായിട്ടുണ്ടാവും. മിഡ് വീക്ക് എവിക്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട് ഇല്ലേ? ഇപ്പോൾ ഫ്രൈഡോട് കൂടി ക്ലോസ് ആവും. അപ്പോൾ വോട്ടിംഗ് ക്ലോസ് ആയിട്ടാണ് ലാലേട്ടൻ്റെ എപ്പിസോഡൊക്കെ ഉണ്ടാവുക. അപ്പോൾ വോട്ടിംഗ് ക്ലോസ് ആയ സ്ഥിതിക്ക് ഞാൻ ആദില തന്നെയാണോ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ കുടുംബാംഗങ്ങളോട് വോട്ട് ചെയ്യാൻ പറയുന്നത് ആരാണ് മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷാനവാസ് ആദിലിനെ, അനീഷ ആര്യനെയാണ് പറയുന്നത്. അനീഷ ആര്യം പോയാലേ പറ്റുള്ളൂ. ആര്യന് ഒരുപാട് ക്യാഷ് ഉള്ളത് കൊണ്ട് ക്യാഷ് മറിച്ച് പി ആറിനെ വെച്ച് ആര്യം ജയിക്കാൻ സാധ്യതയില്ല. ആദ്യം അനീഷ് പറഞ്ഞിരിക്കുന്നത് ആര്യം പോകണമെന്നാണ്. ആദ്യന പറഞ്ഞു ഷാനവാസ് പോകണമെന്നാണ്. അങ്ങനെ ആദ്യനെ പുറത്ത് ഭൂരിഭാഗം ആൾക്കാരും ആദ്യനെയാണ് പറയുന്നത്. ആദ്യം പുറത്ത് പോകുന്ന സമയത്ത് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഷാനവാസിനെ ഒരു കൈ കൊടുക്കാൻ ചെന്നപ്പോൾ ഷാനവാസ് സമ്മതിക്കാതെ മാറിപ്പോകുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിൽ ഒരാളെ പുറത്ത് വിടുന്നത് ആദ്യമായിട്ടാണ്. മിഡ് വീക്ക് എവിക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ വോട്ടിൻ്റെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കുടുംബാംഗങ്ങളാണ് സെലക്ട് ചെയ്ത ഒരാളെ വിടുന്നത്. അത് പുറത്ത് പോവോ അതോ ഈ സീക്രട്ട് ടാസ്ക് ആണോ ഒന്നും അറിയാൻ പറ്റില്ല. സീക്രട്ടായിട്ട് റൂമിൽ ഇരുത്താനാണോ ഒന്നും അറിയില്ല. എന്തായാലും ആദ്യം പുറത്ത് പോകുന്നതായിട്ടാണ് ബിഗ് ബോസ് പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത്. പുറത്ത് പോവുകയാണെങ്കിൽ പോട്ടെ, അപ്പോൾ നൂറ് നന്നായി കളിക്കും അല്ലേ, അത്രേ പറയാനുള്ളൂ. വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി അല്ലെങ്കിൽ പെട്ടിയെടുക്കാനുള്ള പ്ലാനിലായിരുന്നു. ഒരാൾ പെട്ടിയെടുക്കുക, ഒരാളോട് നിന്ന് കളിക്കുക. അപ്പോൾ വോട്ട് രണ്ട് സ്പ്ലിറ്റായി പോവാതെ ഒരുമിച്ച് ഒരാൾക്ക് തന്നെ കിട്ടി ടോപ്പ് 5ലേക്ക് പോകാം എന്നുള്ള പ്ലാനിലാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ പോകണം നല്ലതാണ്. ആ പ്ലാൻ പൊളിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബിഗ് ബോസ് ആ പ്ലാൻ പൊളിക്കാനായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, താങ്ക് യു.